കൃഷിഭവനിൽ നിന്ന് കിട്ടിയ ഒരു കിറ്റാണ് കേട്ടോ. അതിൽ കുറച്ച് മഞ്ഞൾ, ഇഞ്ചി, ചേമ്പിൻ്റെ വിത്ത്, ചേനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇഞ്ചി എടുത്തിട്ടൊന്ന് നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇഞ്ചി നമുക്ക് കറിക്ക് എപ്പോഴും ആവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ അത് കടയിൽ നിന്നൊക്കെ മേടിക്കാതെ നമുക്ക് എളുപ്പത്തിൽ വീട്ടിലൊക്കെ സ്ഥലമില്ലാത്തവർക്കും വളർത്താവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്യാനോ ബോട്ടിലോ ചാക്കോ ഗ്രോ ബാഗിലൊക്കെ എളുപ്പത്തിൽ വളർത്താവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മളൊരു ക്യാൻ എടുത്തിട്ട് അതിൻ്റെ അടിയിൽ ചിരട്ടയാണ് ആദ്യം വെച്ച് കൊടുക്കുന്നത്. ചിരട്ട അതുപോലെ കമഴ്ത്തി വെച്ച് കൊടുക്കണം കേട്ടോ എപ്പോഴും. ഇങ്ങനെ കമഴ്ത്തി വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് പിന്നെ കരിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. കരിയില ഇത്തിരി നന്നായി തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വട്ടമുള്ള ചട്ടിയിലൊക്കെ നട്ടു കൊടുക്കാം കേട്ടോ. ഉൾവശമൊക്കെ ചട്ടിയിലൊക്കെ നട്ടു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കമ്പോസ്റ്റോ അല്ലെങ്കിൽ ചകിരിച്ചോറ്, ഇതിപ്പോൾ ചകിരിയുടെ കമ്പോസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. എല്ലുപൊടി, വേപ്പുപിണ്ണാക്ക്, ചാണകപ്പൊടി ഇതൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെയാണ് മണ്ണിട്ട് കൊടുക്കുന്നത്. മണ്ണ് കുറച്ച് മതി കേട്ടോ ഇതിലേക്ക്, അധികം മണ്ണൊന്നും വേണ്ട. പിന്നെ നമുക്ക് സ്ഥലമുള്ളവർക്കൊക്കെ മണ്ണിലും നട്ടു കൊടുക്കാവുന്നതാണ്. പിന്നെ ഇത് നമുക്ക് ഒരു കൊല്ലമൊക്കെ പിടിക്കും പറിക്കണമെങ്കിൽ. അതിൻ്റെ ഇലയൊക്കെ ഒന്ന് ഉണങ്ങി കഴിയുമ്പോഴാണ് നമുക്ക് പറിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓരോ ഗ്രോ ബാഗിലൊക്കെ ഇഞ്ചി ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമുക്ക് ഏത് കാലത്തും നമുക്ക് ഇഞ്ചി കിട്ടും. എപ്പോൾ വേണമെങ്കിലും നമുക്ക് പറിക്കാവുന്നതാണ്. പിന്നെ ഇപ്പോൾ ഇതുപോലെ വളമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാളത്തേക്ക് വളമൊന്നും ഇട്ട് കൊടുക്കണ്ട. ഇഞ്ചിയുടെ ഒരു ചെറിയ കഷ്ണം മതി നമുക്ക് വെച്ച് കൊടുത്താൽ ഉണ്ടാവുന്നതാണ്. ഇതുപോലെ വെച്ച് കഴിഞ്ഞ് മണ്ണൊക്കെ ഇട്ട് കഴിയുമ്പോൾ നന്നായി വെള്ളമൊഴിച്ച് നനച്ചിടണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇഞ്ചി വെച്ച് കൊടുക്കണം. ഇഞ്ചി നമുക്ക് മുളപ്പിച്ചിട്ടും വെച്ച് കൊടുക്കാം കേട്ടോ, അതും കുഴപ്പമില്ല, അതും നല്ലത് തന്നെയാണ്. ഇതിപ്പോൾ ഇഞ്ചി ഇങ്ങനെ വെച്ച് കൊടുത്ത് കുറച്ച് മണ്ണിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഷെയ്ഡിലാണ് വെക്കേണ്ടത്. പിന്നെ അതിൻ്റെ മുകളിൽ പൊതയിട്ട് കൊടുക്കണം എപ്പോഴും. എന്നുവെച്ചാൽ ഈ വേനൽക്കാലമൊക്കെ ആകുമ്പോൾ ഭയങ്കര ഡ്രൈ ആയി പോവും, അപ്പം മുളയ്ക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇതുപോലെ പൊതയൊക്കെ ഇട്ട് കൊടുത്ത് നനച്ച് ഷെയ്ഡിലാണ് വെക്കേണ്ടത്. അപ്പോൾ വേഗം നമുക്ക് മുളച്ച് കിട്ടും. പിന്നെ ഇപ്പോൾ നമുക്ക് ഇത് തന്നെയല്ല, കുറച്ചും കൂടി ഉണ്ട്. അപ്പം നമ്മളിവിടെ മുന്നേ മണ്ണൊരുക്കി ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിണ്ടിയൊക്കെ ഇട്ടിട്ട് ഒരുക്കി വെച്ചേക്കുന്ന മണ്ണാണിത്. അപ്പോൾ ഇതിലേക്കാണ് ഇനിയിപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഇഞ്ചിയൊക്കെ നടുന്നത്. ഇത് നമ്മുടെ അടുക്കളയുടെ തൊട്ട് ഭാഗത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലുമൊക്കെ ഇഞ്ചിക്ക് ആവശ്യം വന്നാൽ പറിച്ചെടുക്കാവുന്ന പോലെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയ കുഴികളൊക്കെ ആക്കി അതിലേക്ക് നമുക്ക് ഇഞ്ചി നട്ട് കൊടുക്കാം. ഇങ്ങനെ നട്ട് കൊടുത്തു കഴിഞ്ഞാലും നമ്മളിതിന് നന്നായിട്ട് ഇലകൾ ഇട്ട് കൊടുക്കണം. ഒന്നില്ലെങ്കിൽ കരിയിലകളോ അല്ലെങ്കിൽ പച്ചയിലകളൊക്കെ നമ്മൾ പുതയിട്ട് തന്നെ കൊടുക്കണം. ഈ വേനൽക്കാലം ആയതുകൊണ്ട് നന്നായി പുതയിടണം. പിന്നെ നന്നായി നനച്ചും കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇഞ്ചി കുറച്ച് മണ്ണിട്ട് മൂടിയാൽ മതി. മണ്ണ് കൂടിയാൽ മുളയ്ക്കാനായിട്ട് താമസമെടുക്കും. പിന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. ഇവിടെയും നന്നായിട്ട് പുതയിടണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ശീമക്കൊന്ന തന്നെയാണ് ഇവിടെ ഇടുന്നത്. ശീമക്കൊന്ന ഇല്ലാത്തവർ നമ്മുടെ പറമ്പിലടിച്ചു വരുന്ന കരിയിലയൊക്കെ നന്നായി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.